ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 7, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫേഴ്സിൻ്റെ ചോദ്യോത്തരങ്ങൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. JD's കറണ്ട് അഫേഴ്സിൻ്റെ ടെലിഗ്രാം ചാനലിലെ ആ ലിങ്ക് ഇന്നത്തെ ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യോത്തരങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഒരു ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് JD's കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ മോദി അറ്റൻഡ്സ് ദി 17th ബ്രിക്സ് സമ്മിറ്റ് ഇൻ റിയോ ഡി ജനീറിയോ. റിയോ ഡി ജനീറിയോയിൽ നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണിത്. 5 രാജ്യങ്ങളിലായിട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സന്ദർശിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ബ്രിക്സ് എന്ന ആ ഒരു സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ബ്രസീൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന 17ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് ആണിപ്പോൾ. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 6, 7 തീയതികളിൽ 17ാമത് ബ്രിക്സ് ഉച്ചകോടി എവിടെ നടക്കും? ബ്രസീലിലാണ് ജൂലൈ 6, 7 തീയതികളിൽ 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത്. ബ്രിക്സ് എന്നാൽ നമുക്കറിയാം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ബ്രസീൽ നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ ആരാണ്? ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലു ഡാ സിൽവ. ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ. ഇദ്ദേഹമാണ് 17th ബ്രിക്സ് സമ്മിറ്റ് അത് ആതിഥ്യം വഹിക്കാൻ പോകുന്നത്. ഏത് രാജ്യത്താണ് നടക്കുന്നത് ആ രാജ്യത്തെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ആ രാജ്യത്തെ പ്രസിഡന്റ് ആയിരിക്കുള്ളൂ ആ ഒരു കോൺഫറൻസ് അതിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുക. ഇത് നടക്കുന്നത് ബ്രസീലിലാണ്. അതുകൊണ്ടാണ് പ്രസിഡന്റ് ഓഫ് ബ്രസീൽ ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്. ബ്രസീൽ നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുന്നു? 11 രാജ്യങ്ങൾ. ആകെ 11 കൺട്രീസ് ആണ് ഇതിലെ കോർ കൺട്രീസ് എന്ന് പറയുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ആണെങ്കിൽ മറ്റു 6 രാജ്യങ്ങൾ കൂടി പങ്കെടുക്കുന്നുണ്ട് ബ്രിക്സിൽ. ബ്രസീൽ നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മേഖല എന്തായിരിക്കും? ആഗോള സഹകരണവും സാമ്പത്തിക വികസനവും, ഗ്ലോബൽ കോപ്പറേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നീ 2 കാര്യങ്ങളിലും ഇന്ത്യയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് ടെററിസത്തെക്കുറിച്ചാണ്, തീവ്രവാദത്തെക്കുറിച്ചായിരിക്കുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ, അതിനെക്കുറിച്ചുള്ള ബ്രീഫിംഗ്, ഒപ്പം തന്നെ നടക്കുന്ന ടെററിസം അതിനെ നമുക്ക് എങ്ങനെ ചെറുക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കുള്ളൂ ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: വേൾഡ് ബാങ്ക് റാങ്ക്സ് ഇന്ത്യ 4th എമംഗ് ദി വേൾഡ് മോസ്റ്റ് ഈക്വൽ സൊസൈറ്റി. ലോകത്തിലെ ഏറ്റവും തുല്യരായ സമൂഹങ്ങളിൽ ഇന്ത്യയെ ലോകബാങ്ക് 4ാം സ്ഥാനത്ത് എത്തിച്ചു. ഇത് വേൾഡ് ബാങ്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്. ഇതിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ റാങ്ക് ആണ് വേൾഡ് മോസ്റ്റ് ഈക്വൽ സൊസൈറ്റിയിൽ 4ാമത്തെ റാങ്ക്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2022 ലോകത്തിലെ ഏറ്റവും തുല്യ സമൂഹങ്ങളെക്കുറിച്ചുള്ള ലോകബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 4ാം റാങ്ക്. 2022 റിപ്പോർട്ട് ആണ് വേൾഡ് ബാങ്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് വേൾഡ് ബാങ്കിൻ്റെ മോസ്റ്റ് ഈക്വൽ സൊസൈറ്റി, ലോകത്തിലെ തുല്യ സമൂഹങ്ങളെക്കുറിച്ചുള്ള 6 റിപ്പോർട്ട് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് ആണ് 4ാമത്തെ റാങ്ക്. അങ്ങനെയാണെങ്കിൽ ടോപ്പ് ലെവലിൽ വരുന്ന 3 രാജ്യങ്ങൾ ഏതെല്ലാമാണ്? 2022 ലോകത്തിലെ ഏറ്റവും തുല്യ സമൂഹങ്ങളെക്കുറിച്ചുള്ള ലോക ബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് 3 മികച്ച രാജ്യങ്ങൾ ഏതാണ്? സ്ലോവാക് റിപ്പബ്ലിക്, സ്ലൊവേനിയ, ബെലാറസ്. ഏറ്റവും ടോപ്പ് ലെവലിൽ, അതായത് ഈക്വൽ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ ഏതാണ്ട് ഒരു ഈക്വൽ ലെവലിൽ നിൽക്കുന്ന, ഇക്വാലിറ്റി ലെവലിലേക്ക് വരുന്ന ഏറ്റവും ടോപ്പ് ലെവലിൽ സ്ലോവാക് റിപ്പബ്ലിക് ആണ്. 2ാമത്തേതാണ് സ്ലൊവേനിയ, 3ാമത്തേത് ബെലാറസ് ആണ്. 2022 ഗിനി സൂചികയിൽ ഇന്ത്യയുടെ സ്കോർ എന്താണ്? 25.5 സ്കോർ. വേൾഡ് ബാങ്ക് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ള ഈ റിപ്പോർട്ട് ഇത് ഗിനി സ്കോർ ആണ്, ഗിനി ഇൻഡെക്സ് ആണ്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് 25.5. മറ്റു സ്ലോവാക് റിപ്പബ്ലിക്, സ്ലൊവേനിയ, ബെലാറസ് എന്നിവയും ഏതാണ്ട് 24 പോയിന്റ് എന്ന രീതിയിലുള്ള സ്കോർ ചെയ്തിട്ടുള്ളത്.
എന്ന് പറയുമ്പോൾ ഇന്ത്യയും ഇതേ രാജ്യങ്ങളും ഏതാണ്ടൊക്കെ ഒരേ ലെവലിൽ തന്നെ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ സൊസൈറ്റിയുടെ ഈക്വൽ സൊസൈറ്റി എന്നൊരു കാറ്റഗറിയിൽ വേൾഡ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ഇന്ത്യ 4ാമത്തെ റാങ്കാണ്. ഗിനി ഗുണകം അല്ലെങ്കിൽ ഗിനി അനുപാതം എന്നും അറിയപ്പെടുന്ന ഗിനി സൂചിക എന്താണ്? ഒരു ജനസംഖ്യയിലുള്ള വരുമാനത്തിലോ സമ്പത്തിലോ ഉള്ള അസമത്വത്തിന്റെ അളവ്. എ മെഷർ ഓഫ് ഇൻകം ഓർ വെൽത്ത് ഇൻഇക്വാലിറ്റി വിത്തിൻ എ പോപ്പുലേഷൻ. ജനസംഖ്യയിലുള്ള വരുമാനത്തിലോ സമ്പത്തിലോ ഉള്ള അസമത്വം, ഒരു സമൂഹത്തിലുള്ള ആ ഒരു അസമത്വം, അതിനെക്കുറിച്ചുള്ള ഒന്നാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഗിനി ഇൻഡെക്സ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് സാക്ഷി ചൗധരി ക്ലിഞ്ചസ് ഗോൾഡ് മെഡൽ ഇൻ ദി വിമൻസ് 54 kg കാറ്റഗറി അറ്റ് വേൾഡ് ബോക്സിംഗ് കപ്പ്. ലോക ബോക്സിംഗ് കപ്പിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ സാക്ഷി ചൗധരി സ്വർണ്ണ മെഡൽ നേടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ബോക്സിംഗ് കപ്പ് 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നടന്നു. ഇതിൽ സാക്ഷി ചൗധരിക്കാണ് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. 54 കിലോഗ്രാം കാറ്റഗറിയിലാണ് സാക്ഷി ചൗധരിക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 കസഖ്സ്ഥാനിലെ ലോക ബോക്സിംഗ് കപ്പിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ആരാണ് സ്വർണ്ണ മെഡൽ നേടിയത്? സാക്ഷി ചൗധരി. 54 കിലോഗ്രാം കാറ്റഗറിയിലാണ് ലോക ബോക്സിംഗ് കപ്പിൽ വനിതകളുടെ ആ ഒരു ലോക ബോക്സിംഗ് കപ്പിൽ കസഖ്സ്ഥാനിൽ നടന്നിട്ടുള്ള ആ ഒരു മത്സരത്തിലാണ് സാക്ഷി ചൗധരി ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. 2025 ലോക ബോക്സിംഗ് കപ്പ് കസഖ്സ്ഥാനിൽ സാക്ഷി ചൗധരി ആരെയാണ് പരാജയപ്പെടുത്തിയത്? USA യോസ്ലിൻ പെരസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 54 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള വ്യക്തിയാണ് സാക്ഷി ചൗധരി. US യോസ്ലിൻ പെരസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ലോക ബോക്സിംഗ് കപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 ലോക ബോക്സിംഗ് കപ്പ് കസഖ്സ്ഥാനിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് സ്വർണ്ണ മെഡൽ നേടിയത്? ജെയ്സ്മിൻ ലംബോറിയ, സാക്ഷി നുപൂർ. 3 വ്യക്തികളാണ് ഇന്ത്യക്ക് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ജെയ്സ്മിൻ ലംബോറിയ, സാക്ഷി നുപൂർ എന്നിവരെല്ലാം. ഈ മത്സരം നടന്നിട്ടുള്ളത് കസഖ്സ്ഥാനിലാണ്. ലോക ബോക്സിംഗ് കപ്പ് നടന്നിട്ടുള്ളത് കസഖ്സ്ഥാനിലാണ്. അവിടെയാണ് ഇന്ത്യക്ക് 3 പേർ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ജെയ്സ്മിൻ ലംബോറിയ, സാക്ഷി ചൗധരി, നുപൂർ. 2025 കസഖ്സ്ഥാനിലെ ലോക ബോക്സിംഗ് കപ്പിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? ആകെ 11 മെഡലുകൾ. 3 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം. ടോട്ടൽ 11 മെഡൽസ്, 3 ഗോൾഡ്, 5 സിൽവർ ആൻഡ് 3 ബ്രോൺസ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട ന്യൂസ് ഹെഡിംഗ് ആണിതും. നീരജ് ചോപ്ര വിൻസ് ഇനോഗ്രൽ എഡിഷൻ ഓഫ് നീരജ് ചോപ്ര ക്ലാസിക് 2025. നീരജ് ചോപ്ര ക്ലാസിക് 2025 ഉദ്ഘാടന പതിപ്പ് നീരജ് ചോപ്ര നേടി. ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയൊരു ഈവന്റ് ആണ് നീരജ് ചോപ്ര ക്ലാസിക് 2025. ഇതിൽ ആ ഒരു ഫസ്റ്റ് മത്സരം ഒരു ഇന്റർനാഷണൽ ഈവന്റിൽ, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഈവന്റിൽ നീരജ് ചോപ്ര വിൻ ചെയ്തു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ അന്താരാഷ്ട്ര ജാവലിൻ ടൂർണമെന്റായ നീരജ് ചോപ്ര ക്ലാസിക് 2025 എവിടെയായിരുന്നു? ബാംഗ്ലൂരിലെ ശ്രീ കണ്ഠീരവ സ്റ്റേഡിയം. ബാംഗ്ലൂരിലെ ശ്രീ കണ്ഠീരവ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു 2025 അതായത് ഈ വർഷം ആരംഭിച്ചിട്ടുള്ള നീരജ് ചോപ്ര ക്ലാസിക് 2025 നടന്നിട്ടുള്ളത്. 2025 ജൂലൈ 5 ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ അന്താരാഷ്ട്ര ജാവലിൻ മത്സരത്തിൽ ആരാണ് വിജയിച്ചത്? നീരജ് ചോപ്ര. ഏറ്റവും മികച്ച ദൂരമായിരുന്നു 86.18 മീറ്റർ. അതായത് ഇന്റർനാഷണൽ ലെവലിലുള്ള മത്സരമായിരുന്നു ബാംഗ്ലൂരിലെ ശ്രീ കണ്ഠീരവ് സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള നീരജ് ചോപ്ര ക്ലാസിക് 2025. ഈ മത്സരത്തിൽ ആ ഒരു വിജയം നേടിയിട്ടുള്ള ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അത് നീരജ് ചോപ്ര തന്നെയാണ്. 2025 നീരജ് ചോപ്ര ക്ലാസിക് ചാമ്പ്യൻഷിപ്പിൽ വെള്ളിയും വെങ്കലവും നേടിയതാരാണ്? കെനിയയുടെ ജൂലിയസ് യെഗോ വെള്ളിയും ശ്രീലങ്കയുടെ റുമേഷ് പതിരേജ് വെങ്കലവും. സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള നീരജ് ചോപ്ര വെള്ളിയാണെങ്കിൽ കെനിയയുടെ ജൂലിയസ് യെഗോ, വെങ്കലം നേടിയിട്ടുള്ളത് ശ്രീലങ്കയുടെ റുമേഷ് പതിരേജ് ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ദ ഫസ്റ്റ് വുമൻ ടു ബ്രേക്ക് ദി 14-minute ബാരിയർ ഇൻ ദി 5000 മീറ്റർ. 5000 മീറ്ററിൽ 14 മിനിറ്റ് ബാരിയർ മറികടന്ന ആദ്യ വനിത. ഇന്നത്തെ സ്പോർട്സ് പേജിലെ മെയിൻ ഹെഡിംഗ് എന്ന് പറയാൻ പറ്റും ഈ ഒരു വാർത്ത. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
2025 ജൂലൈ 5 US-ലെ യുജിനിയിൽ നടന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക് മീറ്റിൽ വനിതകളുടെ 5000 മീറ്റർ ലോക റെക്കോർഡ് തകർത്തത് ആരാണ്? ബിയാട്രിസ് ചെബെ. കെനിയയുടെ ബിയാട്രിസ് ചെബെ ആണ് 2025 ജൂലൈ 5 നടന്നിട്ടുള്ള ദ വേൾഡ് റെക്കോർഡ് തകർത്തിട്ടുള്ള US-ലെ യുജീൻ എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള ആ ഒരു മത്സരത്തിൽ ബിയാട്രിസ് ചെബെ ആണ് ലോക റെക്കോർഡ് തകർത്തിട്ടുള്ളത്. സ്പോർട്സിലെ മെയിൻ പേജിൽ വന്നിട്ടുള്ള വാർത്തയാണ് ബിയാട്രിസ് ചെബെ ആ ഒരു റെക്കോർഡ് തകർത്ത കാര്യം. കെനിയ സ്വദേശിയാണ് ബിയാട്രിസ് ചെബെ. യുജീനിൽ നടന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക് മീറ്റിൽ വനിതകളുടെ 5000 മീറ്ററിൽ ചാമ്പ്യനായ ബിയാട്രിസ് ചെബെയുടെ തകർപ്പൻ സമയം എത്രയാണ്? 13 മിനിറ്റ് 58.06 സെക്കൻഡ്. കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ബിയാട്രിസ് ചെബെ 10,000-ലും 5,000 മീറ്ററിലും സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള ബിയാട്രിസ് ചെബെയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും വേൾഡ് റെക്കോർഡ് എന്ന ലെവലിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ടൈം ആണ് 13 മിനിറ്റ് 58.06 സെക്കൻഡ്. 5000 മീറ്ററിൽ 14 മിനിറ്റ് ബാരിയർ മറികടന്ന ആദ്യ വനിത ആരാണ്? ബിയാട്രിസ് ചെബെ, കെനിയ. ഇതുവരെ 14 മിനിറ്റ് അതിന് മുകളിലായിരുന്നു ഈ ഒരു റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് 5000 മീറ്റർ എന്ന ആ ഒരു മത്സരത്തിൽ വേൾഡ് റെക്കോർഡ് 13 മിനിറ്റ് 58.06 സെക്കൻഡ് എന്ന ആ ഒരു പുതിയ റെക്കോർഡ് ഇട്ടുകൊണ്ട് ബിയാട്രിസ് ചെബെ ഇന്ന് പത്രങ്ങളിലെ വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിട്ട് മാറിയിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.